ഹലോ, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആലു പരോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നോക്കിയേ, ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഞാൻ അടിപൊളിയായിട്ട് ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ആവി പറക്കുന്നുണ്ട്, അതിൻ്റെ ആ ഫ്ലേവർ എല്ലാം വരുന്നുണ്ട് ശരിക്കും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എളുപ്പത്തിൽ എങ്ങനെയാണ് ആലു പൊറോട്ട ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ആലു പൊറോട്ടയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ ഒനിയൻ, അതുപോലെ ജിഞ്ചർ ഗാർലിക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ ഇച്ചിരി കറിവേപ്പിലയും അതുപോലെ മല്ലിയിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ മുളക്. അപ്പം ഇതെല്ലാം അരിഞ്ഞു വെച്ചതിന് ശേഷം നമുക്ക് ചപ്പാത്തിയുടെ പൊടി നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കണം. ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ അത്ര ലൂസാകണ്ട. പിന്നെ വേണ്ട ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് ഞാൻ ഒരു വിസിൽ വരാൻ വേണ്ടി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. 1-2 വിസിൽ വന്ന് നന്നായിട്ട് വെന്തതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെക്കുകയാണ്. സിമ്മിലായിട്ടിരിക്കുന്ന ലോ സിമ്മിലിട്ടിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മുടെ റിഫൈൻഡ് ഓയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഇടേണ്ടത് ജിഞ്ചറും അതുപോലെ ഗാർലിക്കും ചെറുതായിട്ട് കൊത്തിപ്പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ആദ്യം ഇടേണ്ടത്. അതൊന്ന് മൂത്തതിന് ശേഷം ബാക്കിയുള്ളത് ഇടാവേ. അപ്പം ഞാൻ ആദ്യം ജിഞ്ചറും ഗാർലിക്കും ഇട്ട് കൊടുത്ത് അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി ചെറിയൊരു ഗോൾഡ് കളർ ആകുമ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള സവോളയൊക്കെ ഇട്ട് കൊടുക്കാവേ. അപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്, അത് കരിഞ്ഞു പോകല്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം ഇതിടാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മുരിയണം. ഇത് വെന്തില്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് കടിക്കും. ഇപ്പോൾ അത് ഗോൾഡൻ കളറായി. ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇട്ട് കൊടുക്കുവാണ്. ബാക്കിയുള്ളതെല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് ടൊമാറ്റോ മാത്രം പിന്നീട് ഇട്ട് കൊടുക്കാവേ. ഞാനിപ്പോൾ ഇത് വഴണ്ട് വരാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കും ഇതിൻ്റെ കൂട്ടത്തിൽ. ഞാനിപ്പം ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കഴിയുമ്പം നമുക്ക് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യണം. ഞാനിപ്പം ഉപ്പിട്ട് കൊടുക്കുവാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. ഒരുപാട് കരിഞ്ഞു പോകല്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഞാനിപ്പോഴും തീ കുറച്ച് തന്നെ ഇട്ടിരിക്കുന്നത്, നോക്കിക്കോയേ. കണ്ടോ, നമുക്ക് തീ കൂട്ടേണ്ട ആവശ്യമേ ഇല്ല. ഇതിൽ തന്നെ നിന്ന് വെന്താൽ മതിയേ. നമുക്കിനി അത് മൂടി തുറന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ അതിലുള്ള വെള്ളവും എണ്ണയും എല്ലാം കൂടി ആയിട്ട് തന്നെ വെന്തോളും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലുള്ള എല്ലാ സാധനങ്ങളും നന്നായിട്ട് വെന്ത് വരണേ. ഇനി ഒന്നും കൂടി മൂടി വെച്ച് വെക്കാം. ഇനി നന്നായിട്ട് വെന്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഒരു ചെറിയ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആ ഒരു മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അത് നമ്മളെടുക്കുന്ന നമ്മുടെ ആ ഒരു ഇതിനനുസരിച്ച്, അതായത് ഈ ഒരു മസാലയ്ക്കനുസരിച്ച് വേണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. 2 സവോളയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എൻ്റെ ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടി ഇട്ടിരിക്കുന്നത്. വലിയൊരു സ്പൂണാണെങ്കിൽ 1 സ്പൂൺ ഇട്ടാൽ മതി. ഇതിപ്പോൾ ഞാൻ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് 2 സ്പൂൺ ഇട്ടിരിക്കുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇത് കരിഞ്ഞു പോകരുത്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ എടുത്ത് മാറ്റി വെക്കാവേ. ഞാനപ്പോൾ ആ സമയത്ത് അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമ്മുടെ ചപ്പാത്തിയുടെ ആ ഒരു ഇതൊന്ന് ബോളാക്കി വെച്ചേക്കുവാണ്. എന്നിട്ട് ഞാനത് ചെറുതായിട്ടൊന്ന് പരത്തി, എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്ക് പരത്തി എടുക്കണം. അതായത് പകുതി ഒന്ന് പരത്തി വെക്കണം. എല്ലാം ഞാൻ അങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ അത്രയും നമുക്കിപ്പം പരത്തിയാൽ മതി. ഇനിയിപ്പം ഞാൻ ആ പൊട്ടറ്റോ അതിനകത്തോട്ട് നല്ലതുപോലെ വെച്ച് ഉടയ്ക്കുവാണ്. നന്നായിട്ട് അത് വെന്തിട്ടുണ്ട്. നന്നായിട്ട് അതിനകത്തോട്ട് ഉടച്ച് ഞാൻ ചേർക്കുവാണ്. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, തീ ഇപ്പം ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം ലോ ഫ്ലെയിമിൽ നമ്മൾ ചെയ്യാവുള്ളൂ. ഈ മസാലക്കൂട്ട് റെഡിയാക്കുന്ന ലാസ്റ്റത്തെ പൊട്ടറ്റോ ഇടുന്ന ആ സമയത്ത് നമ്മൾ സിം ഓഫ് ചെയ്തേക്കുക. എന്നിട്ട് വേണം ഇതിട്ട് കൊടുക്കാൻ വേണ്ടി. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ ആ ഒരു കട്ടയൊന്നും പാടില്ല. നല്ല പുട്ട് പൊടിയുന്ന പോലെ നന്നായിട്ട് പൊടിഞ്ഞിരിക്കണം, എന്നാലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എനിക്കിതിപ്പം പാകത്തിനുള്ള ഉപ്പും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ഇതേ മിക്സ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ആ റൗണ്ടിലൊരു ചപ്പാത്തി എടുത്ത് വെച്ചിട്ടില്ലേ,
ആ ചപ്പാത്തിക്കകത്തോട്ട് ഒരു സ്പൂണ് ഇട്ട് കൊടുക്കുക. ഈ നമ്മുടെ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലൊരു ചപ്പാത്തി വെച്ചിട്ട് അതിനകത്തോട്ട് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഞെക്കി കൊടുക്കുക. ഒന്ന് പടർത്തി ഒന്ന് ചെറുതായിട്ടൊന്ന്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഒരു ചപ്പാത്തിയും കൂടെ വെച്ച് കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നോക്കിക്കോണേ. അതിൻ്റെ മുകളിലേക്ക് ഞാൻ അടുത്ത ചപ്പാത്തി എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ആ സൈഡ് ചുറ്റിനും ഉള്ളതെല്ലാം ഒന്ന് ഞെക്കി ഞെക്കി ഒട്ടിച്ച് കൊടുക്കണം. എല്ലാ സൈഡും ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ചപ്പാത്തിയുടെ റോള് കൊണ്ട് നമ്മളൊന്ന് പരത്തി കൊടുക്കണം. സൈഡ് ഇതുപോലെ ആ മുകളിലുള്ള മസാലയെല്ലാം സൈഡിലോട്ട് സ്പ്രെഡ് ആകാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണം. അതേ രീതി വേണം നമ്മൾ പരത്തി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ആ മസാലക്കൂട്ട് മുഴുവനും ഭാഗത്ത് സ്പ്രെഡ് ആകും. അപ്പം നമുക്ക് ചപ്പാത്തിയിൽ ഫുള്ള് കിട്ടും. അപ്പോൾ ആലു പൊറോട്ടയിൽ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു അതിൻ്റെ മസാലയുടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ പരത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ചപ്പാത്തിയും ഞാൻ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. ഇപ്പോൾ എല്ലാ സൈഡിലും ആയിട്ടുണ്ട് അതിൻ്റെ ആ മസാലക്കൂട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടും. ഇപ്പം ഞാൻ ലോ ഫ്ലെയിം വെച്ചു, അതിലേക്ക് ചപ്പാത്തി വെച്ചു, തിരിച്ച് മറിച്ച് ഇട്ടതിന് ശേഷം നമുക്ക് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തൂത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഇച്ചിരി ബട്ടർ തേച്ച് കൊടുക്കുവാണേ. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. അങ്ങനെ തിരിച്ചും മരിച്ചും ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഫുൾക്ക പൊങ്ങി വരുന്നത് പോലെ തന്നെ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരുമ്പം ആ ഒരു മസാല വെന്ത ആ ഒരു സ്മെല്ലും എല്ലാം നമുക്ക് ശരിക്കും കിട്ടും. അകത്തുള്ള ആ മസാല ഒന്നും കൂടി ഒന്ന് വെന്ത് നല്ല കുറച്ചും കൂടി നല്ലൊരു ഒരു ടേസ്റ്റായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനിങ്ങനെ തേച്ച് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഓയിൽ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്ത് തരും. തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ കൊടുത്ത് ഈ ഒരു ചപ്പാത്തി റെഡിയാക്കി എടുക്കേണ്ടത്. ഞാനിനി ഇപ്പുറത്തെ സൈഡ് ഇടാൻ പോവുകയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആലു പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഇനിയിപ്പോൾ സൈഡിലൊക്കെ ഒന്ന് ഞെക്കി ഞെക്കി കൊടുത്ത് ആ സൈഡിലുള്ള ആ സൈഡ് ഭാഗമൊക്കെ നമുക്കൊന്ന് ഇതാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇപ്പുറത്തെ സൈഡിലോട്ടും കൂടി ബട്ടർ തേച്ച് കൊടുക്കുവാണ്. ഇപ്പം ചെറുതായിട്ട് ആ ഒരു ഇത് ഫുൾക്ക പോലെ പൊങ്ങി വരുന്നുണ്ട്. അപ്പം നമ്മുടെ ആലു പൊറോട്ട അടിപൊളിയാവുന്നുണ്ട്. നോക്കി കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അത് വീഡിയോ എടുക്കാൻ വേണ്ടി അത്ര ലേറ്റ് ആയതുകൊണ്ട് അത് തിരിച്ച് വിട്ടിരുന്നെങ്കിൽ നന്നായിട്ട് പൊങ്ങി വന്നേനായിരുന്നു. ഞാനിപ്പോൾ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ സ്പൂണ് വെച്ച് ഇങ്ങനെ ഇത് സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റാതെ ശരിക്കും നമുക്ക് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ സൈഡൊക്കെ ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ അകത്തുള്ള ആ ഒരു അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ശരിക്കും ഇറങ്ങും. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ആലു പൊറോട്ട കിട്ടും. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഇങ്ങനെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ആലു പൊറോട്ട റെഡിയായിട്ട് ഞാൻ കാണിച്ചു തരാം. അതിനകത്തെ ആ ഒരു ഫില്ലിങ്ങും അതിൻ്റെ ആ ഒരു ഇതുമൊക്കെ ഇരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇതിൻ്റെ നന്നായിട്ട് ഫുൾക്ക പോലെ പൊങ്ങി വരുന്നുണ്ട്. എനിക്കിപ്പം ഈ പാനെ ഒരു കൈ കൊണ്ട് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് ഫുൾക്ക പോലെ പൊങ്ങി വരും ഇത്. ഇപ്പം ഞാൻ ഒരു കൈ കൊണ്ട് പിടിക്കുന്നതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകാത്തത്. ശരിക്കും അല്ലാതെ ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും. അപ്പം ഞാൻ ഇതിൻ്റെ ലാസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതിനകത്തുള്ള ആ ഒരു ഫില്ലിങ് ഇരിക്കുന്നതൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ നമ്മൾ എണ്ണ ഒഴിക്കുന്നത് റിഫൈൻഡ് ഓയിൽ മാത്രമാണ് ഒഴിക്കുന്നത്. അത് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. വേറെ ഒന്നും നമ്മൾ വേറെ ഒരു ഇൻഗ്രീഡിയൻസ് ആഡ് ആക്കുന്നില്ല. നമുക്ക് അടിപൊളിയായിട്ട് എളുപ്പത്തിൽ ആലു പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് വരാം. അപ്പോൾ ബൈ.